കൊച്ചിൻ ബാങ്ക് മണലിമുക്ക് റോഡ് പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യുഡിഎഫിന്റെ നേതൃത്വത്തിൽ നൊച്ചിമ കോമ്പാറ ജംഗ്ഷനിൽ റോഡ് ഉപരോധിച്ചു. ഉപരോധത്തിന്റെ ഉദ്ഘാടനം ആലുവ എംഎൽഎ അൻവർ സാദത്ത് നിർവഹിച്ചു. നൊച്ചിമ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എ മായിന്റെ അധ്യക്ഷതയിൽ കൊച്ചിൻ ബാങ്ക് മണലിമുക്ക് റോഡ് പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു യുഡിഎഫിന്റെ നേതൃത്വത്തിൽ നൊച്ചിമ കോമ്പാറ ജംഗ്ഷനിൽ റോഡ് ഉപരോധിച്ചത്. ആലുവ എംഎൽഎ അൻവർ സാദത്ത് റോഡ് ഉപരോധം ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ അവസാന ഘട്ടത്തിൽ ഈ റോഡെന്ന് വെച്ചാൽ നമുക്കറിയാം, ഇതിന്റെ തുടക്കം തോട്ടുമുഖത്ത് മുതൽ നമ്മുടെ മണലുമുക്ക് വരെയുള്ള റോഡാണ് ഈ റോഡ്. ഈ റോഡിനെ ഫണ്ട് അനുവദിച്ച് ഈ റോഡിന് കൊച്ചിൻ ബാങ്ക് ഒരു മണലക്കൂടെ 1,80,00,000 രൂപ, അത് തോട്ടം മുതൽ കൊച്ചിൻ ബാങ്ക് വരെ 2 കോടി രൂപ, 2 കോടി രൂപയാണ് അനുവദിച്ചത്. അങ്ങനെ ഏകദേശം 3,80,00,000 രൂപയോളം നമുക്ക് അനുവദിച്ചു. ഈ റോഡിന്റെ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചതാണ്. നമുക്കറിയാം, മണലുക്കും ഇവിടേക്ക് ഉൾപ്പെടെ നമ്മൾ ടൈലിട്ട് അതിന്റെ ആരംഭിച്ചത്. അപ്പോഴാണ് ഈ കെൻഫറയിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന പദ്ധതിയുമായി ഗവൺമെന്റ് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നമ്മളാരും വ്യവസായത്തിന് എതിരല്ല, വ്യവസായം വരുന്ന തൊഴിലവസരങ്ങൾ ഉണ്ടാവുമെന്നൊക്കെ നമ്മൾ ആവശ്യപ്പെടുന്നതാണ്, യാതൊരു സംശയവുമില്ല. പക്ഷേ ഈ കുടിവെള്ള പദ്ധതി, വ്യവസായ ആവശ്യത്തിന് കൊണ്ടുപോകുന്ന, പെരിയാറിൽ നിന്ന് കൊണ്ടുപോകുന്ന പദ്ധതി, അത് ഇപ്പൊ തൽക്കാലത്തേക്ക് നമുക്ക് അനുവദിക്കാൻ പാടില്ല എന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ഇത് വെറുതെ അല്ല ആവശ്യപ്പെട്ടത്. സത്യം നിങ്ങൾ അറിയണം, ഇവിടുത്തെ പ്രത്യേകിച്ച് ഈ പ്രദേശത്തുള്ള ജനങ്ങൾ അറിയണം. ഒരു ഗവൺമെന്റ് എടുക്കുമ്പോൾ തീരുമാനം എടുക്കുന്നത് ഫസ്റ്റ് പ്രയോറിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഫസ്റ്റ് ജനങ്ങളുടെ കുടിവെള്ള പദ്ധതി. ഇതിനുശേഷമാണ് നമ്മൾ വ്യവസായ ആവശ്യത്തിന് വെള്ളം ഉപയോഗിക്കാൻ പാടുള്ളൂ. കാരണം ഇത് നമുക്ക് വേണ്ടി മാത്രമല്ല, വരുന്ന തലമുറ, എന്റെയും നിങ്ങളുടെയും മക്കളിലെ കൊച്ചുമക്കൾ, വരുന്ന തലമുറക്ക് വേണ്ടി കരുതലാണ് ഈ പെരിയാറിലെ വെള്ളം എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. സമരത്തിൽ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ, ഡിസിസി സെക്രട്ടറി, ആലുവ യുഡിഎഫ് കൺവീനർ, മറ്റു പ്രമുഖ നേതാക്കന്മാരും പങ്കെടുത്തു. വെള്ളം കൊണ്ടുപോകുന്നത് ജനക്ഷേമ പരിപാടിക്ക് വേണ്ടിയല്ല, അവിടെ ബ്രൂവറി പോലുള്ള കള്ള് വ്യവസായികൾക്ക് വേണ്ടിയാണ് ഈ വെള്ളം അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ ഈ വെള്ളം കിൻഫ്ര കൊണ്ടുപോകുമ്പോൾ ഈ നാട്ടിലെ റോഡുകൾ ഈ നാട്ടിലെ കുടിവെള്ളം നഷ്ടപ്പെടുത്തുക, ഇതാണ് ഈ ഗവൺമെന്റിന്റെ മുമ്പിലുള്ള പോളിസി. പണം മാത്രമാണ് ലക്ഷ്യം. ഇതിനെതിരായിട്ടുള്ള അതിശക്തമായ സമരമാണ് ഇവിടെ യുഡിഎഫ് നടത്തുന്നത്. എംഎൽഎ ആക്രമിക്കാൻ ശ്രമിക്കുന്ന, എംഎൽഎയുടെ പേര് ദുരുപയോഗം ചെയ്യാൻ ശ്രമിക്കുന്ന ഇടതുപക്ഷത്തിനോട് നിങ്ങൾ സ്വീകരിക്കേണ്ട ഒരു നിലപാട്, ഇത്രയും കോടി രൂപ മുടക്കി ഇവിടെ റോഡ് കൊണ്ടുവരാൻ, ഇത് ഗതാഗത യോഗ്യമാക്കാൻ എംഎൽഎ പുറപ്പെടുമ്പോ അതിനേറ്റവും തടസ്സമായി ഇവിടെ നിലകൊള്ളുന്നത് LDFന്റെ ഈ ജില്ലയിലെ പ്രധാനപ്പെട്ട മന്ത്രി, വ്യവസായ വകുപ്പ് മന്ത്രി രാജീവാണ് എന്നുള്ള കാര്യം ജനങ്ങൾ ഓർക്കണം. എംഎൽഎ പല ഘട്ടങ്ങളിലും ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ട് ഈ റോഡിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോ ഒരു വ്യവസായ വകുപ്പ് മന്ത്രി, സംസ്ഥാനത്തെ രണ്ടാമനായ ഒരു വ്യക്തി അത് തടസ്സം നിന്നാൽ പ്രിയങ്കരനായ എംഎൽഎക്ക് എന്ത് ചെയ്യാൻ കഴിയും? ന്യൂസ് ബ്യൂറോ, ആലുവ. കളങ്കമില്ലാത്ത സൗഹൃദം പോലെ കലർപ്പില്ലാത്ത വിശ്വാസം. കല്ലൻസ് ജ്വല്ലറി.